രാം നാരായൺ രാം. പദങ്ങൾ മനസ്സിന്റെ ഉള്ളിലുള്ള ഗന്ധങ്ങളെ നിറയ്ക്കാനാണ്. അതിന് മനസ്സിന് ദാഹം വേണ്ടതാണ്. ആഹാരം എല്ലാവർക്കും ആവശ്യമാണ്. നീ ദാൽചാവൽ ഭക്ഷിക്കുന്നു, മനസ്സിന്റെ ചിന്തകൾ വഴി അതിന്റെ ഊർജം പ്രാപിക്കുന്നു. മനസ്സിന്റെ ഭക്ഷണം ശബ്ദമാണ്. ഇതുകൊണ്ടുതന്നെ അത് പൊട്ടിപ്പൊളിയുന്നു, അതിന് ശക്തി ലഭിക്കുന്നു. മനം സന്തോഷം പൂണിച്ചിരിക്കുകയാണ്, എനിക്ക് എന്റെ ആഹാരം തരിക എന്ന് പറയുന്നു. തരംഗം പാടുമ്പോൾ അത് അടിച്ചാൽ അടിയന്തിരമായി അനുരണനം ഉയരും. അത് കണ്ടാൽ അതിൽ എത്ര പദങ്ങൾ മറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാനാവില്ല. പുറത്തു കയറിയിട്ടുള്ള അനേകം ശബ്ദങ്ങളുണ്ട്. റാമിന്റെ ശബ്ദം, ഫാക്ടറികളുടെ ശബ്ദം, ഇവയൊക്കെ അതിന്റെ ഭക്ഷണമാണ്. പണ്ടകയിൽ ആഹാരത്തിനു പിന്നീട് ഒരു പാൻ വേണം, പുക വേണം. ഇവ ചെറുതായി വായശുദ്ധിക്ക് ആവശ്യമാണ്. അതിനാൽ ആളുകൾ വലിയ താളി നിറച്ച് ഭക്ഷണം നൽകുന്നില്ല, ഭക്ഷണത്തിനു ശേഷം കുറച്ചു നൽകുന്നു. വെറും വായശുദ്ധി കൊണ്ട് വയറു പൂരിപ്പിക്കാറില്ല. ഇത്ര വലിയ ആദരവോടെ ക്ഷണിച്ച് ശേഷം പറയുന്നത് 2 ഡബ്ബി വായശുദ്ധി കഴിച്ചുകൊള്ളൂ എന്നാണ്. ഇത് കേട്ടാൽ എങ്ങനെയാകും? യഥാർത്ഥ വസ്തു നൽകിയില്ലെങ്കിൽ വായശുദ്ധി നൽകുക എന്നത് എനിക്ക് തമാശയായാണ് തോന്നുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെ തമാശകൾ ചെയ്യുന്നവരാണ്. ചിന്തനമായ ആളുകൾക്ക് ഇത് അന്യമായിരിക്കും. നാം എന്ത് ചെയ്യുന്നതും ചൊല്ലുകൾ, മാർക്കറ്റ്, തർക്കമിവ എല്ലാം വായശുദ്ധി പോലെയാണ്. പക്ഷേ നാം ഇവയ്ക്ക് പ്രാധാന്യം നൽകുകയാണ്. രാം നാരായൺ രാം.